ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇടുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ് ഇനി +1 പോകാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് അവർ സ്ട്രീം സെലക്ട് ചെയ്യുന്ന സമയത്ത് മാത്സ് എന്നുള്ള വിഷയം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെയാണ് മാത്സ് +1 പഠിക്കാനുള്ളത്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഉപകാരമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പോൾ +1 മാത്സിനെ പറ്റി പറയുവാണെങ്കിൽ 16 പാഠങ്ങളാണ് നമുക്ക് വരുന്നത്. അത് ഇതൊക്കെയാണ്. അതിൽ 2 ചാപ്റ്റേഴ്സ് ഡിലീറ്റഡ് ആണ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനും മാത്തമാറ്റിക്കൽ റീസണിങ്ങും. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ 14 പാഠങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ചില പാഠങ്ങൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, മുമ്പ് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് 10th 9th പഠിച്ചതൊക്കെ തന്നെയായിരിക്കും. പുതിയ ചില പാഠങ്ങളും ഇവിടെ ഉണ്ട്. അൺഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് പാഠങ്ങളും ഇവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷേ അൺഫെമിലിയർ ആണെന്നത് പഠിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒന്നുമില്ല. വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇത് മാത്സ് എടുക്കുന്നവർ ഏതൊക്കെ കോഴ്സിൽ മാത്സ് വരുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക. ബേസിക്കലി സയൻസ് എടുക്കുന്നവർക്ക് മാത്സ് പഠിക്കാവുന്നതാണ്. കൊമേഴ്സ് എടുക്കുന്നവരിൽ തന്നെ കൊമേഴ്സ് മാത്സ് എടുക്കുന്നവർക്കും മാത്സ് പഠിക്കാവുന്നതാണ്. ഓക്കെ, പക്ഷേ മാത്സ് എടുക്കുന്നതായിരിക്കും മറ്റ് വിഷയങ്ങൾ. ഇപ്പോൾ സയൻസൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ഈ പറയുന്ന മാത്സിൻ്റെ ഓപ്പറേഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്സ് പഠിക്കുന്നത് ഈ 2 സബ്ജക്ട്സിനുമൊക്കെ നല്ല രീതിക്ക് ഹെൽപ്ഫുള്ളാകും എന്നാണ് പറയാനുള്ളത്. ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും അത് നിങ്ങളുടെ ചോയ്സാണ്, എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇത് ഒരു ഗുണം എന്നുള്ള ഒരു ഫാക്ടർ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. എൻ്റെ എടുത്ത ആളൊരു ഗുണം പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ സ്കോർ വരുന്നത് 60 10ാം ക്ലാസ്സിൽ 80 ഇവിടെ 60 സ്കോർ വരുന്നത്. A+ കിട്ടാനായിട്ട് 52 മുതൽ അങ്ങോട്ട് മേടിച്ചു തുടങ്ങി. 90% കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ കിട്ടുന്നതാണ്. പിന്നെ മാത്സിന് പുതിയതായിട്ട് ലാബ് വരുന്നുണ്ട്. 10th +1 ഒന്നും ലാബില്ല, ബട്ട് +2 ലാബ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും എക്സാമും റെക്കോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ കണ്ടൻറ്റ് എന്ന് പറയുമ്പോഴേക്കും 10നേക്കാളും കുറച്ചൊരു കൂടുതലാണ്, ഒരു 2 ഇരട്ടി ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. 2 ഇരട്ടി ഡിപ്പെൻസ്, കുറഞ്ഞതൊരു 2 ഇരട്ടിയെങ്കിലും ഉണ്ടെന്ന് പറയാം. ഓക്കെ, വെച്ചാൽ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 10 പോലെ ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 1-2 ഇക്വേഷൻ അല്ല, ഓരോ ചാപ്റ്ററിലും കുറച്ചൊക്കെ ഇക്വേഷൻസൊക്കെ വെച്ചിട്ട് കുറച്ച് അധികം ഉണ്ട്. പക്ഷെ എന്നാൽ അതെല്ലാം പഠിക്കാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ. അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, എല്ലാവരും പഠിക്കുന്നതാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് പഠിക്കാവുന്ന ഇക്വേഷൻസൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. ഓക്കെ, പിന്നെ ഈസിയാണോ മീഡിയമാണോ ഹാർഡാണോ എന്ന് വെച്ചാൽ ഭയങ്കര ഈസിയാണെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഏത് വിഷയം അങ്ങനെയാണ്. ഭയങ്കര ഈസി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പഠിക്കാൻ പറ്റാത്തത്ര ഹാർഡും അല്ല. അതിൻ്റെ ഒരു മീഡിയം ലെവലിൽ ചില ചാപ്റ്റേഴ്സ് ഈസി ചാപ്റ്റേഴ്സ് ഉണ്ട്, ചില ചാപ്റ്റേഴ്സ് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ അത് കണ്ടിന്യൂസ്ലി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു മീഡിയം ലെവലിലുള്ള ചാപ്റ്റേഴ്സാണ് മിക്കവാറും എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മാത്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇനി നിങ്ങളുടെ ചോയ്സാണ് മാത്സ് എടുക്കണമോ വേണ്ടയോ എന്നുള്ളത്. എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊരു അഡ്വൈസസ് പോലെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങൾ ആലോചിച്ചെടുക്കുന്ന സമയം നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരമായിരിക്കും എടുക്കുന്നവർക്ക്. എടുക്കണ്ടാത്തവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. അതും നിങ്ങൾ എടുക്കണ്ട എന്നുള്ളതിലേക്ക് ഹെൽപ്പ് ചെയ്യും. എടുക്കണ്ട എന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്നുള്ളത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തുകൊണ്ട് എടുക്കണം എന്നുള്ളതിനും ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് അതിന് എല്ലാത്തിനും ഉത്തരം കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാലും മതി, നമുക്ക് ആൻസർ തരാം. ഓക്കെ, ബൈ.